സ്ത്രീ ശാക്തീകരണത്തെ പരാമർശിക്കുമ്പോൾ ആരോഗ്യ പരിപാലന രംഗത്തെ നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യ പരിപാലനം. സാനിറ്ററി നാപ്കിൻ അല്ലെങ്കിൽ പാഡുകൾ പലപ്പോഴും ഇന്ത്യയിൽ ഗ്രാമങ്ങളിലേക്ക് എത്തിയിട്ട് കുറച്ചു കാലങ്ങളെ ആയിട്ടുള്ളൂ. അവർക്ക് ലഭ്യമായതാകട്ടെ കുത്തക കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന വില കൂടിയ ഉൽപ്പന്നങ്ങളും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പക്ഷേ ഇത് പലപ്പോഴും അപ്രാപ്യമാണ്. ഒഡീഷയുടെ പല ഭാഗങ്ങളിലുള്ളവർക്ക് സാനിറ്ററി പാഡിന്റെ പ്രാധാന്യം ഇന്നും അറിയില്ല. ഇവർക്കായി പ്രാദേശികമായി പാഡ് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുകയും ഒപ്പം സാനിറ്ററി നാപ്കിന്റെ പ്രാധാന്യം പരിചയപ്പെടുത്തിയിരിക്കുകയാണ് പായൽ പട്ടേൽ. ഒഡീഷയുടെ സ്വന്തം പാഡ് ഗേളിനെ പരിചയപ്പെടാം അടുത്ത. अभी हम लोग बहुत खुश हैं क्योंकि एक लड़की होके वो इतना खुद का यूनिट की है। तो अभी वो क्या कर रही है ना, गांव-गांव जाके गांव इंटर एरिया में जाके वो ट्राइबल एरिया में जाके वो अच्छा काम कर रही है। സാധാരണ കുടുംബത്തിൽ നിന്നുള്ള പായൽ ബിരുദത്തിന് പഠിക്കവേ 2014 അച്ഛൻ മരിച്ചുപോയി. ഇതോടെ കുടുംബത്തെ പോറ്റുന്നതിനായി പഠനം അവസാനിപ്പിച്ച് ജോലിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ബെൽപഹറിലെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ പഠനം തുടങ്ങുകയും ചെയ്തു. ഇവിടെ സാനിറ്ററി നാപ്കിൻ നിർമ്മിക്കാൻ പായലിന് പരിശീലനം ലഭിച്ചു. പരിശീലനം നേടിയ പായൽ ജില്ലാ കേന്ദ്രത്തിൽ വ്യവസായം ആരംഭിക്കാൻ അപേക്ഷ നൽകി. ഇതിലൂടെ ലഭിച്ച പണം കൊണ്ട് നാപ്കിൻ നിർമ്മാണ യൂണിറ്റ് ധാർസുഗുഡിയിൽ ആരംഭിച്ചു. 6 സ്ത്രീകൾക്കും ജോലി നൽകി. सैनिटरी नैपकिन तो मतलब कि महिलाओं को पता भी नहीं है कि क्या है बोल के। यहाँ पे मतलब कि कपड़ा ही यूज करते हैं और मतलब कि उनका यूज करने का वे भी बहुत पुराना है, जैसे कि एक दिन में एक ही बार कपड़ा साफ करते हैं। तो ये सब मैं देख के थोड़ा ये सोची कि बहुत सारे लोग हैं जो फ्री में नैपकिन डिस्ट्रीब्यूट करेंगे, फिर गवर्नमेंट भी मतलब गवर्नमेंट भी बहुत सारे स्कीम के अनुसार करते हैं नैपकिन डिस्ट्रीब्यूशन, किंतु बट उनका अवेयरनेस जो है उनको पता नहीं है कि कैसे मतलब कि पैड यूज किया जाता है. ഇക്കാലയളവിലാണ് രംഗിയാതിക്രയിലെ സ്ത്രീജനങ്ങളുടെ അവസ്ഥ പായലിന്റെ ശ്രദ്ധയിൽ വരുന്നത്. രംഗിയാതിക്രയിലെ സ്ത്രീകൾ ബോധവൽക്കരണവും തുടർന്ന് സാനിറ്ററി നാപ്കിനുകൾ വ്യാപകമാക്കാനും പായൽ ആരംഭിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ഇവർക്കായി സ്വന്തം ഉൽപ്പന്നം പായൽ ലഭ്യമാക്കി. ഹൈജീൻ എന്ന പേരിലാണ് സാനിറ്ററി നാപ്കിൻ പായൽ ഉൽപ്പാദിപ്പിക്കുന്നത്. Though the government is taking so many initiatives regarding the use of sanitary napkin, this particular young girl has taken an initiative regarding the awareness regarding the use of this napkin, sanitary napkin, and by this we are very proud that our district, Jharsuguda district, not only Jharsuguda district, we are proud, the entire state is proud of her. സ്ത്രീകളുടെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് പായൽ കൊണ്ടുവന്നത്. ഇതിനുള്ള അംഗീകാരം തന്നെയാണ് ഒഡീഷയുടെ പാഡ് ഗേൾ എന്ന വിളിപ്പേര്.